വർഗീയത തുലയട്ടെ എന്ന വർത്തമാനകാല ഇന്ത്യ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട മുദ്രാവാക്യത്തെ ജീവരക്തം കൊണ്ട് എഴുതിയിട്ടാണ് അഭിമന്യുവിൻ്റെ ജീവൻ നമ്മുടെ കലാലയത്തിൻ്റെ മുന്നിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെടുന്നു. അഭിമന്യുവിൻ്റെ ജീവൻ മാത്രമാണ് സാങ്കേതികമായി നമുക്ക് നഷ്ടപ്പെട്ടത്. അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം, അഭിമന്യു ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രം, അഭിമന്യു പകർന്നു നടന്ന വർഗീയതക്കെതിരായ പോരാട്ടത്തിൻ്റെ ആവേശം ഇന്നും ചോരാതെ 8ാമത്തെ വർഷവും നാം മുന്നോട്ട് നയിക്കുകയാണ്. അഭിമന്യുവിനെ അനുസ്മരിക്കുമ്പോൾ, അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനം നാം സംഘടിപ്പിക്കുമ്പോൾ, അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി നാം ഒത്തുചേരുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, SFIക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഓർമ്മപ്പെടുത്താനുള്ളത് കേവലം അഭിമന്യുവിനെ അനുസ്മരിക്കുക എന്നത് മാത്രമല്ല ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് നാം ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒത്തുചേരുകയും അഭിമന്യുവിനെ അനുസ്മരിക്കുകയും അഭിമന്യുവിൻ്റെ മുദ്രാവാക്യത്തെ അനുസ്മരിക്കുകയും മാത്രമല്ല, അഭിമന്യു രക്തസാക്ഷി ദിനാചരണവും സഖാവ് അഭിമന്യു തന്നെയും അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യവും ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. എന്തിനെയാണ് അഭിമന്യു ഓർമ്മപ്പെടുത്തുന്നത്? എന്തിനെയാണ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? എന്തിനെപ്പറ്റി ഓർക്കാനാണ്, എന്തിനെപ്പറ്റി ഓർത്തിരിക്കാനാണ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? നിസ്സംശയം പറയട്ടെ, അഭിമന്യുവിൻ്റെ മുദ്രാവാക്യം, അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം, അഭിമന്യുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇടതുപക്ഷം ഒരു ഘട്ടത്തിലും വർഗീയതയോട് സന്ധി ചെയ്യരുത് എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. നമുക്കൊരിക്കലും വർഗീയതയോട് സന്ധി ചെയ്യാനാവില്ല. ഇടതുപക്ഷത്തിന് ഒരു ഘട്ടത്തിനും വർഗീയവാദികളോട് ചേർന്നിരിക്കാനാവില്ല. അഭിമന്യുവിനെ ഈ കലാലയത്തിൻ്റെ മുന്നിലിട്ട് SDPIയുടെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കറതീർന്ന ഗുണ്ടകൾ കുത്തിവീഴ്ത്തുന്നത് അഭിമന്യുവിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടേ ആയിരുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. SDPI ഉയർത്തിപ്പിടിക്കുന്ന, ക്യാമ്പസ് ഫണ്ട് ഉയർത്തിപ്പിടിക്കുന്ന, ക്യാമ്പസ് ഫണ്ടിനെയും SDPIയെ അദർശ്യമായി താങ്ങി നിർത്തുന്ന പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിപ്പിടിക്കുന്ന, അവർക്ക് മുമ്പുണ്ടായിരുന്ന NDF ഉയർത്തിപ്പിടിച്ച മതവർഗീയ സങ്കല്പങ്ങളുടെ ആശയത്തെയാണ് അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലൂടെ ഉയർത്തിപ്പിടിക്കാൻ ക്യാമ്പസ് ഫണ്ടും SDPIയും ശ്രമിച്ചത്. എങ്ങനെ നിങ്ങൾ SDPIയെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെ നിങ്ങൾ ക്യാമ്പസ് ഫണ്ടിനെ വിലയിരുത്തുമെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ക്യാമ്പസ് ഫണ്ടിന്റെയും SDPIയുടെയും ആശയത്തെ SFIക്കാരൻ വിലയിരുത്തുമെന്ന് ചോദിച്ചാൽ, ഒരു സംശയവുമില്ലാതെ SFIക്കാരൻ, ഒരു സംശയവുമില്ലാതെ മതനിരപേക്ഷവാദിയായ ഒരു വിദ്യാർത്ഥിക്ക് SDPIയെ ക്യാമ്പസ് ഫണ്ടിനെ വിലയിരുത്താൻ കഴിയുന്നത് ലക്ഷണമൊത്ത ഭീകരവാദ വർഗീയ പ്രസ്ഥാനം എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. SDPIയെ SFIയോട് കൂട്ടിക്കെട്ടാൻ ഒരു വലിയ പരിശ്രമം ഇവിടെ നടത്തപ്പെട്ടു. ആരാണ് ആ പരിശ്രമത്തിന് പിന്നിൽ? ഈ കേരളത്തിനകത്തെ ഒരു വിഭാഗം വരുന്ന വർഗീയവാദ പ്രസ്ഥാനങ്ങൾ വർഗീയതയെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അന്നന്നത്തെ ആഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ജീവനോപാധിയായി വർഗീയവാദത്തെ മാറി മാറി ഉപയോഗപ്പെടുത്തുന്ന ഈ കേരളത്തിനകത്തെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ, ഒരു കൂട്ടം നിഷ്പക്ഷ താല്പര്യക്കാരായ മാധ്യമങ്ങൾ, അവരെ താങ്ങി നിർത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഇടതുപക്ഷത്തെയും SDPIയെയും ചേർത്ത് വെക്കാൻ വല്ലാതെ ഈ കേരളത്തിനകത്ത് പരിശ്രമിച്ചു. ന്യായമായൊരു ചോദ്യം കേരളത്തിൽ ബാക്കി നിൽക്കുകയാണ്. ആരാണ് SDPIയുടെ വർഗീയവാദത്തെ തുറന്നു കാണിക്കാൻ കേരളത്തിൽ ആശയപ്രചരണം നടത്തിയത്? ആരാണ് RSSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ, RSS ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയെ തുറന്നു കാണിക്കാൻ ഈ കേരളത്തിനകത്ത് ആശയപ്രചരണം നടത്തുന്നത്? ആരാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത്? ആരാണ് കാസ മുന്നോട്ട് വെക്കുന്ന തീവ്ര വർഗീയ രാഷ്ട്രീയത്തിനെതിരായ ആശയപ്രചരണം കേരളത്തിനകത്ത് നടത്തുന്നത്? ഇവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പേര് ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിൽ ആ ഇടതുപക്ഷത്തെ തന്നെ, ഇടതുപക്ഷത്തിന്റെ വർഗീയ വിരുദ്ധ പോരാട്ടത്തെ തന്നെ ദുർബലപ്പെടുത്താൻ വ്യാജ ആരോപണങ്ങളുമായി ഈ കേരളത്തിനകത്ത് ചിലർ ഇറങ്ങിപ്പുറപ്പെട്ടത് ഞാനും നിങ്ങളും കണ്ടതാണ്. ഈ മഹാരാജാസിന്റെ മുന്നിലാണ് നാം ബോർഡ് ഉയർത്തിയത്. ഈ മഹാരാജാസിന്റെ മുന്നിലാണ് ചോദ്യങ്ങൾ ഉയർന്നപ്പോ SFI ബാനർ ഉയർത്തിയത്. ഒരു വർഗീയ ശക്തിയോടും കൂട്ടുകെട്ടില്ല എന്ന ഇടതുപക്ഷത്തിന്റെ
ഇന്നോളം കൈവെടിയാത്ത ദൃഢതയാർന്ന നിലപാടിനെ മഹാരാജാസിന്റെ കവാടത്തിന് മുന്നിൽ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോഴും ദുരാരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഒരു മടിയുമില്ലാതെ ഉയർത്തിപ്പിടിക്കാൻ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയാണ് SFI എന്ന് നാം ഈ അഭിമന്യുവിനെ അനുസ്മരിക്കുന്ന വേളയിൽ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്.